കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അതാ ഏട്ടനുള്ളതാണ്. എന്തൊരു വിനയം, എന്തൊരു താഴ്മ. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. Several months later. സുധിച്ചേട്ടനുണ്ട്. സുധിച്ചേട്ടൻ കട്ടിലിന്റെ അടിയിലുണ്ട്. എന്തോ നീ തപ്പുന്ന? ആരുടെ? എന്തോ ട്രോഫി? എന്താ ഉറക്കം വരുന്നു. ഇത് എവിടെ കൊണ്ടാ വെച്ചേക്കണത്? എവിടെ? 10,000 ട്രോഫികളുണ്ടോ? അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിന്റെ അടിയിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും കട്ടിലിന്റെ അടിയിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ കൊച്ചു കാണിക്കുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ കാണണം. നോക്കിക്കോളൂ. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? അമ്മ യുവകലാകാരിയും ആളുകളുടെ മനം കവർന്ന രേണുസുധിക്ക് കിട്ടിയ ട്രോഫികളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന, എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആളുകൾ വരുമ്പോ ഇത്രയും ട്രോഫികൾ, ഓസ്കാർ ലെവൽ സാധനങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഏത് വെടലകളാണ്, എന്തിന്റെ പേരിലാണ്, ആൾക്കാരെ വെറുപ്പിച്ചതിന്റെ പേരിലാണോ ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. സുധിച്ചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു, അത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓ, ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്? രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു 5 അവാർഡ്, അതല്ല അതിച്ചിരി കൂടുതലല്ലേ? ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുകൊറ്റ ഇട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ, എനിക്കിനി ആരെയും ബോധിപ്പിക്കാനും പറ്റുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ.